ഒരു സംഘം പ്രവാസി മലയാളികളെക്കുറിച്ച് നാട്ടിൽ നിന്ന് നമ്മുടെ കേരള പോലീസിൻ്റെ ഭാഗത്തു നിന്ന് കിട്ടിയിരിക്കുന്ന ഒരു റിപ്പോർട്ട് അനുസരിച്ച് 1400-ലധികം കുവൈറ്റിലെ മലയാളികൾ അവിടുത്തെ ബാങ്കുകളിൽ നിന്ന് ഏതാണ്ട് 30 മില്യൺ കുവൈറ്റി ദിനാർ എന്ന് വെച്ചാൽ 700 കോടി രൂപ പല ബാങ്കുകളിൽ നിന്ന് പല വിധത്തിൽ ചെറുതും വലുതുമായ വായ്പ എടുത്തിട്ട് ആസൂത്രിതമായി മുങ്ങിക്കളഞ്ഞിരിക്കുന്നു എന്നാണ്. അവർക്ക് മേൽ നാട്ടിൽ കേസെടുത്തിരിക്കുന്നു എന്നാണ്. കോട്ടയം, എറണാകുളം ജില്ലകളിൽ മാത്രമായി 10 കേസുകൾ ഇതിനകം തന്നെ കഴിഞ്ഞ ദിവസം കുവൈറ്റിലെ മലയാളികൾക്കെതിരെ രജിസ്റ്റർ ചെയ്തിരിക്കുന്നു. കുവൈറ്റിൽ ഏതെങ്കിലും റിക്രൂട്ട്മെന്റ് റാക്കറ്റുകൾ വന്നിട്ട് ഇവരെ കൊണ്ട് മനഃപൂർവ്വം ഇങ്ങനെ ചെയ്യിപ്പിച്ചതാണോ എന്ന് സംശയമുണ്ട്. എന്നാൽ ജീവിതത്തിൻ്റെ എല്ലാ തലങ്ങളിലും പെട്ട ആളുകൾ ഇതിനകത്തുണ്ട് എന്നുള്ളത് കൊണ്ടും ഈ 1425 പേരും ഏതെങ്കിലും ഒരു കമ്പനി വഴി കുവൈറ്റിലെത്തിയവരല്ല എന്നുള്ളത് കൊണ്ടും ബോധപൂർവം തന്നെ വ്യക്തിപരമായ ഓരോരുത്തരും ചെയ്തതാണോ എന്ന സംശയവും നിലനിൽക്കുകയാണ്. എന്താണെങ്കിലും കുവൈറ്റിലെ ബാങ്കുകളിൽ മാത്രമല്ല ഗൾഫ് മുഴുവനും ഈ സംഭവം ബാങ്കുകൾക്കിടയിൽ ചർച്ചയായി മാറിയിരിക്കുകയാണ്. ഏതാനും മലയാളികൾ ഇങ്ങനെ ചെയ്തപ്പോൾ അത് മലയാളി സമൂഹം മൊത്തത്തിൽ ഇങ്ങനെയാണോ എന്നൊക്കെ ചോദിപ്പിക്കാവുന്ന വിധത്തിൽ കാര്യങ്ങൾ മാറിയിട്ടുണ്ട് എന്നുള്ളത് കൊണ്ട് ബാങ്കുകൾ ഇനിയുള്ള കാലങ്ങളിൽ അതീവ ജാഗ്രത പാലിക്കും മലയാളിക്ക് ലോൺ കൊടുക്കാൻ എന്ന രൂപത്തിൽ വരെ കുവൈറ്റിൽ ചർച്ചകൾ നടക്കുകയാണ്. ഇപ്പോൾ ഗൾഫ് രാജ്യങ്ങളും ഇന്ത്യയും തമ്മിലുള്ള ബന്ധം വളരെ സുദൃഢമായി പോവുകയും ഇവിടെ ഗൾഫ് മേഖലയിൽ എവിടെയെങ്കിലും ഒരു കുറ്റകൃത്യം ചെയ്താൽ നാട്ടിലും പിടിക്കപ്പെടുമെന്ന സാഹചര്യം വരികയും ചെയ്യുമ്പോൾ ഇക്കാര്യങ്ങളിൽ നമ്മൾ അതീവ ശ്രദ്ധ പാലിക്കണം എന്ന് ഓർമ്മിപ്പിക്കുന്നു. ഇതിൽ പോലീസിൻ്റെ ഭാഗത്തു നിന്ന് തന്നെ പറയുന്നൊരു കാര്യമുണ്ട്. പല ആളുകളും കുവൈറ്റിൽ നിന്നും മാറി നിൽക്കുന്നെങ്കിലും നാട്ടിലെത്തിയിട്ടില്ല. ഓസ്ട്രേലിയ, കാനഡ, അമേരിക്ക, യുണൈറ്റഡ് കിങ്ഡം ഇങ്ങനെ പല രാജ്യങ്ങളിലേക്ക് മാറി അവിടെ കുടിയേറ്റത്തിന് ശ്രമിച്ച് അങ്ങോട്ട് ജോലി നേടിയിട്ടുണ്ട് എന്ന കാര്യം ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെന്നും അറിയിച്ചിരിക്കുകയാണ്.